ഇന്ന് നമ്മളൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1.5 കപ്പ് അളവിൽ പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ചൂടുവെള്ളത്തിലാണ് കുഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീൽ ബൗളിലാണ് എടുത്തിരിക്കുന്നത് വലുപ്പമുള്ള. ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് കൂടി യോജിപ്പിക്കാം. ഇനി അതിനകത്തേക്ക് നമുക്കൊരു മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 കപ്പ് തേങ്ങ ഞാൻ കൊത്തിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ആദ്യം തന്നെ. അപ്പോൾ തേങ്ങ കൊത്തൊന്ന് അടിച്ചെടുത്തിട്ട് തേങ്ങ ചിരകിയതാണെങ്കിൽ അതിനകത്തേക്ക് നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 6-7 കുഞ്ഞുള്ളി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുമിച്ചിട്ട് നല്ല ജീരകം ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാല റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി നമ്മുടെ ഈ തേങ്ങയുടെ ഇതിനകത്ത് അതെല്ലാം ഒന്ന് വലിച്ചെടുത്ത് ആ ഒരു തേങ്ങയുടെ പാലിൻ്റെ ഒരു രുചി ആ തേങ്ങ പുട്ടുപൊടിയിലേക്ക് കിട്ടും. ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികമായി പോകരുത്. കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് പൊടിഞ്ഞ് ഒന്ന് കുഴഞ്ഞ് കിട്ടണം. ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവ അത്രയും കൂടുതൽ കുഴഞ്ഞ് കിട്ടുകയും വേണ്ട, ഒരു പൊടിയായിട്ട് കിട്ടണം. നമുക്ക് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കുട്ടി പത്തിരികളായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. എനിക്കിത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു പിടിയുടെ ഒരു സ്വാദ് കിട്ടും കേട്ടോ അതിനകത്ത്. അപ്പോൾ നമ്മൾ ആ കോമ്പിനേഷനൊക്കെ കുറച്ചൊക്കെ ഉണ്ടല്ലോ, അതും തേങ്ങയും നമ്മുടെ അരിപ്പൊടിയൊക്കെ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ജീരകത്തിൻ്റെയൊക്കെ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഇത് നല്ല സൂപ്പറാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പോകും. മട്ടനോ ചിക്കനോ എന്തിന് വേണമെങ്കിലും കൂടെ പോകും പത്തിരിനേക്കാൾ എനിക്കിഷ്ടം ഈ പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് തന്നെ ഞാൻ ചേർത്തില്ല, ഒരു 1/4 കപ്പോടെ ചേർത്തിട്ടുള്ളൂ അരിപ്പൊടി. സാധാരണ അരിപ്പൊടി, വറക്കാത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് മാറ്റി വെച്ചു. ഇനി നമുക്കിങ്ങനെ ഓരോ ബോളുകളായിട്ട് ഉരുട്ടി കൈ കൊണ്ട് തന്നെ നമ്മൾ ഈ അടയ്ക്കൊക്കെ പരത്തിയെടുക്കുക. ഇങ്ങനെ കൈയുടെ നടുഭാഗം കൊണ്ട് ഇങ്ങനെ പരത്തുക. അപ്പോൾ ഷേപ്പൊന്നും വേണം അതിനകത്ത്. നമുക്കിങ്ങനെ ഇതുപോലെ ഞാനൊരു മെഷറിങ് കപ്പും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിയിലാണത് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ കുട്ടി പത്തിരീസായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എണ്ണ ചൂടായി കിടപ്പുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ബബിൾസ് പോലെ വരും. അപ്പോൾ നമ്മൾ അത് തുടരുത് കേട്ടോ. ആ ബബിൾസ് ഒന്ന് കെട്ടടങ്ങിയിട്ട് വേണം നമുക്ക് പിടിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ എണ്ണ മുകളിലേക്ക് വേണമെങ്കിൽ തട്ടി കൊടുക്കാം. അപ്പോൾ ബബിളൊന്നും കുറഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി എണ്ണ പയ്യെ മുകളിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരെണ്ണിട്ട് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ശരിയാണോ എന്ന് നോക്കിയാൽ ഉപ്പ് ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത് രണ്ടിടവും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി സാധാരണ ഞാൻ കുട്ടിപ്പത്തിരീസ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഒന്ന് ഓക്കെ ആണോ എന്ന് നോക്കിയതായിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ തവിയുടെ ആദ്യം ഉപയോഗിച്ച് പിന്നെ ചൂടൊന്ന് മാറുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ ഇപ്പോൾ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഞാനത് മാറ്റിയിട്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പത്തിരികൾ ഒരു പ്ലേറ്റിൽ ഷേപ്പ് ചെയ്ത് കുറേ എടുത്ത് വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിതൊരു കട്ടിംഗ് ബോർഡിനകത്ത് ഒരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ. അതിന് വേണമെങ്കിൽ ആദ്യം ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ കുട്ടിപ്പത്തിരീസിനെ ഷേപ്പ് ചെയ്തെടുക്കട്ടെ. എൻ്റെ കൈയുടെ ഈ ഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ. അപ്പോൾ അതെല്ലാം ശരിയാവണമെന്നില്ല, ഓരോ ഷേപ്പിൽ വരണമെന്നില്ല. കാരണം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയുണ്ടോ. കട്ട് ചെയ്ത ബാക്കി ഭാഗം പിന്നെ നമ്മൾ ബോളുകളാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും വേസ്റ്റ് ആവില്ല. അപ്പം നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു തവിയുടെ അടപ്പുകളോ അല്ലെങ്കിൽ തവിയോ ഇങ്ങനെ മെഷറിംഗ് കപ്പോ എന്താണോ ഉള്ളതോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഷേപ്പ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ എടുത്തു കഴിയുമ്പം അറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൃത്യം ഒരുപോലെ സൈസിൽ കിട്ടുകയും ചെയ്യും നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ. ഞാനൊരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കേട്ടോ. അപ്പോൾ കുറേ ഇങ്ങനെ ഒരുമിച്ച് റെഡിയാക്കി ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് എളുപ്പം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹോളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ്.
കഴിക്കണില്ല എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് വന്ന് കഴിച്ചു പോകും. അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇത്. അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്ന പോലെ. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വീണ്ടും നമ്മൾ ആ മാവിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഇതും കൊണ്ട് തന്നെ നമുക്ക് അടുത്ത മാവിലും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വേസ്റ്റായി പോവുകയില്ല. വളരെ ഈസിയാണ്. ഇത് മിക്സിങ്ങിൻ്റെ ഒരു താമസമേ ഉള്ളൂ. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് റെഡിയാക്കി കൊടുക്കാം. പെട്ടെന്ന് ഷേപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും ഇങ്ങനെ. എനിക്കെപ്പോഴും ഈസി ആയിട്ട് തോന്നിയിട്ട് ഇങ്ങനെ. നാട്ടിലൊക്കെ വാഴയില കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ചെയ്യായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ആ ചപ്പാത്തി പ്രഷറിൻ്റെ അതും കൊണ്ട് വെച്ചിട്ട് ഓണാക്കാതെ ഇലക്ട്രിക് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതെനിക്ക് ഈസി ആയിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് സ്പേസ് കിട്ടും. 2-3 പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന കറിയുടെ റെസിപ്പി നാളെ ഇടാട്ടെ. കാരണം ഇത് രണ്ടും കൂടെ നമുക്ക് ഒത്തിരി ലെങ്തി ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, പൊരിച്ച പത്തിരിയുടെ കൂടെ ഏത് കറിയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പം കുറച്ചായി ഇപ്പം. ഇനി ഇത്ര ആയതൊന്ന് ചുട്ടിട്ട് മാറ്റാം കേട്ടോ. നമുക്ക് എണ്ണ പെർഫെക്റ്റായിട്ട് കിടക്കണം. എണ്ണയൊന്നും കുടിക്കുകയില്ല കേട്ടോ. അത്രയും തന്നെ ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞ്. ഒരു ബോൾ നിറയെ സെർവിങ് നിറയെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. 1.5 കപ്പ് അരിയും പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അത്ര ഉണ്ടായില്ല റൈസ് പൗഡർ. അത് വറക്കാത്ത അരിപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. ഉപ്പും. വളരെ എളുപ്പമല്ലേ, മിക്സിങ് ഒക്കെ ഈസിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അപ്പം അതൊന്ന് അടങ്ങിയിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇങ്ങനെ ബോളച്ച് വരും. വലിപ്പമുള്ളതായിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിങ്ങനെ കുട്ടീസായിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം പെട്ടെന്ന് ചുട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ എളുപ്പം എപ്പോഴും ഇങ്ങനെ കുറേ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് മാറ്റുന്നുണ്ട്. ഞാനൊരു ചെറിയ പാൻ ആയതുകൊണ്ട് ഓരോന്ന് റെഡിയാക്കി എടുക്കണേ. ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. പരസ്പരം ഒന്നും ഒട്ടിപ്പോവുകയില്ല അന്നേരം. വലിയ പാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരു എണ്ണ ഒത്തിരി ആവശ്യം വരും. ഇതാണെങ്കിൽ എണ്ണ പക്ഷേ കുടിക്കത്തേ ഇല്ല കേട്ടോ. ഇത് പിന്നെ ബോളച്ച് വരും. അപ്പോൾ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ എണ്ണ ഇങ്ങനെ മുകളിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കി തുടങ്ങി അവിടെ തന്നെ നിന്ന് ചെയ്തെടുക്കണം കേട്ടോ. അത് ഇട്ടിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ 2 ഭാഗം ഇങ്ങനെ മറച്ചിട്ടിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ അത് കോരി മാറ്റണം കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ആ തേങ്ങയുടെയൊക്കെ ഒരു മൊരിഞ്ഞ മണം വരുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ. ചുമ്മാ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചായക്കൊക്കെ ചുമ്മാ എടുത്ത് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നമുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വർണ്ണ നിറത്തിൽ പൊരിച്ച പത്തിരി. അപ്പം ഞാനിനി അടുപ്പിലിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം അടുത്തിട്ട് കറിയൊക്കെ തലേദിവസം റെഡിയാക്കി വെക്കുവാണെങ്കിൽ രാവിലെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂർ മതി എല്ലാം കൂടെ റെഡിയാക്കി എടുക്കാൻ. ഞാനിച്ചിരി അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയേ ഉള്ളൂ. അപ്പോൾ ഇത് വലുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗമായിട്ടൊന്ന് മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ബോളച്ച് വരുള്ളൂ നമ്മുടെ പത്തിരി. അപ്പോൾ 2 സൈഡ് ആയി കഴിയുമ്പോൾ ഇതും കോരി മാറ്റാം.
ഞാൻ 2 സെറ്റായിട്ട് ഒരു പ്ലേറ്റ് നിറയെ ആദ്യം ഷേപ്പ് ചെയ്തെടുത്തു. അത് മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു. അപ്പോൾ എളുപ്പമുണ്ട്, നമുക്ക് ഓരോന്ന് പെട്ടെന്ന് ചുട്ട് കോരാൻ പറ്റും. അപ്പോൾ ഇതിനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും കോരി മാറ്റാം. അടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം റെഡിയാക്കി വെച്ചത് ഏകദേശം തീരാറായി. ഇനി അടുത്ത സെറ്റ് എനിക്ക് റെഡിയാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരിയുടെ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഞാനൊരു ഷെയ്ഡിന് കുട്ടിപ്പത്തിരികളായിട്ട് റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇച്ചിരി വലിപ്പമുള്ളൊരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അന്നേരം പെട്ടെന്ന് കുക്ക് ചെയ്ത് തീരും. ഇങ്ങനെ എണ്ണ ഇട്ട് കൊടുക്കുമ്പം അത് പൊന്തി വരും പെട്ടെന്ന്. അപ്പോൾ ഒരു സെറ്റ് തീർന്നു. ഞാനിനി അടുത്ത സെറ്റ് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്തതും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒരു പ്ലേറ്റും കൂടെ നിറയുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് വന്നാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും വേറെ ഒരു പ്ലേറ്റ് നിറയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ഇനി അടുത്ത സെറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാം ഏകദേശം കുക്ക് ചെയ്ത് തീർന്നു. ഞാൻ നോക്കൂ, നിറയെ കുട്ടി പത്തിരീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നിങ്ങൾ പോയി പെട്ടെന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറിയുടെ റെസിപ്പിയായിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ജിയാൻ വ്ലോഗ്സ്. ഞാൻ ഒരെണ്ണം തുറന്ന് കാണിക്കാം കേട്ടോ. നോക്കൂ, ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ഇങ്ങനെ പൊളച്ചിരിക്കുന്നതുകൊണ്ട് അകത്തിങ്ങനെ ഒരു സ്പേസ് ക്ലിയറായിട്ട് കാണാൻ പറ്റും. നോക്കൂ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. Thank you for watching GNV Vlogs. Bye bye.